ആദ്യമൊക്കെ നമ്മൾ 50 × 2 സെറ്റ് 100 ആകാൻ 50 × 2 സെറ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇന്ന് ഡേ 10 ആണ്. നമ്മൾ 60 പുഷപ്സ് ആണ് ചെയ്യുന്നത്. 60 ചെയ്തിട്ട് 60യുടെ 10 സെറ്റും നമ്മൾ 60 ആക്കി കൊടുത്തത്. ബട്ട് നമ്മൾക്ക് 500 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ബാക്കിയൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ല. നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. അടുത്തത് സെക്കൻഡ് സെറ്റ് ആണ്. സെക്കൻഡ് സെറ്റ് പുഷപ്സ് നമ്മൾ എപ്പോഴത്തെ കണക്ക് ആദ്യത്തെ നമ്മൾ സ്ലോ കാണിച്ച് ദെൻ ബാക്കിയുള്ളത് നമ്മൾ സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. നമ്മുടെ സെക്കൻഡ് സെറ്റ് പുഷപ്സും അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. സെക്കൻഡ് സെറ്റ് പുഷപ്സ് ഇത് പുഷപ്സ് നോർമലി ഏകദേശം വരുന്നുണ്ട്. ബട്ട് ഫുള്ള് സ്ട്രെച്ചോ അല്ലെങ്കിൽ ഫുള്ള് താഴെ വരെ വരുന്നില്ല. ഞാൻ പതിയെ കൊണ്ട് അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 500 പുഷപ്സ് ആയതുകൊണ്ട് 500 എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള തീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ പൊസിഷൻ ആണോ എന്നല്ല, മാക്സിമം പുഷപ്സ് ആയിട്ട് ചെയ്യുക. ഹായ്, ഇന്ന് ഡേ 10 ആണ്. അപ്പോൾ നമ്മൾ 10 ഡേയ്സായി കണ്ടിന്യൂസ് 500 പുഷപ്സ്, 100 പുള്ളപ്സ്, 1000 പഞ്ചസ് ഇത്രയും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് പല ഡൗട്ടുകളുണ്ട്. നമ്മുടെ ബോഡി പെയിൻ ഉണ്ടാവുമോ, ഇങ്ങനെയാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നത്, അത് പ്രോപ്പറാണോ, പലതരം ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരോടും ഞാൻ വർക്ക് ചെയ്ത് തിരക്കാണ്, പിന്നെ ഈ വർക്കൗട്ട് ചെയ്തതിൻ്റെ ക്ഷീണം, പിന്നെ നമുക്ക് സമയം കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ചിലത് വിട്ടു പോകുന്നുണ്ട്. ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രോപ്പർ സ്ട്രെച്ചിങ് ആയാലും റെസ്റ്റ് ആയാലും ഫുഡായാലും പ്രോപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിക്കവർ ആവുന്നുണ്ട്. മസിൽ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് വൺ ടൈം ഒരുമിച്ചല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാം നമ്മളൊരു പ്രോപ്പർ റെസ്റ്റ് കൊടുത്താണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇടവിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇടവിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. എനിക്കിപ്പം ഞാൻ ഫസ്റ്റൊക്കെ ചെയ്തിരുന്നതിനെക്കാട്ടി റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് കണ്ടറിയാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല മഴയാണ് പുറത്ത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഈ പാർക്കിംഗ് ഏരിയ ആണ്, ഇവിടെ ഒരു 100 പുഷപ്സ് കൂടി ചെയ്യാം. നമ്മൾ കുറേ താമസിച്ച്, സമയം എന്താ 8-7 ഇപ്പോൾ ഉള്ള ടൈമിൽ നമുക്ക് 200 പുഷപ്സ്, 100 പുള്ളപ്സ്, 1000 പഞ്ചസ് നമുക്ക് ഇരിക്കാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മൾ ഫസ്റ്റ് സെറ്റിൽ 20 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 22 ആണ് നമ്മുടെ കൗണ്ട് മാക്സിമം വരുന്നത്. 1 സെറ്റിൽ 22 പുള്ളപ്സ്. അപ്പോൾ ലാസ്റ്റ് ഡേ വരുമ്പോൾ നമുക്ക് എത്രത്തോളം അടിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. പുഷപ്സ് മാത്രമല്ല പഞ്ചസ് ആയാലും എല്ലാം. അടുത്തത് ഫോർത്ത് സെറ്റ് പുഷപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 4 സെറ്റ് പുഷപ്സ്. നമ്മൾ ഡെയിലി ബോഡി വെയിറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് മസിൽ എൻഡുറൻസ് ഉണ്ടാവും. ദെൻ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് തന്നെ ബിൽഡ് ആവുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ് വരുന്നുണ്ട്. അതൊക്കെ ചെറിയ രീതിയിലേ ഉള്ളൂ. ഹൈപ്പർട്രോഫി വരുന്നുണ്ട്. ബട്ട് അതും ബോഡി വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ലെവലേ വരുന്നുള്ളൂ. വലിയ ലെവലിൽ ഇത് ഇൻക്രീസ് വരണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഓൺലി ബോഡി വെയിറ്റ് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. ഇത് അപ്പർ ബോഡിയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. ലോവർ ബോഡിയും കൂടി ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പർ ബോഡി വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പുള്ളപ്പ് ചെയ്താലും പുഷപ്സ് ചെയ്താലും നമുക്ക് അപ്പർ ബോഡി മാത്രമേ അത് കിട്ടുന്നുള്ളൂ. പിന്നെ പഞ്ചസ് ചെയ്യുമ്പോൾ മാത്രമേ ലെഗ് കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ലെഗിന് കുറച്ച് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ അപ്പർ ബോഡി മാത്രം ചെയ്താൽ പോരാ, ലോവർ ബോഡിയും കൂടി നിങ്ങൾ ചെയ്യുക. ഇത് ചലഞ്ച് ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തേക്കുന്നു. നമ്മളെ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് കംപ്ലീറ്റ് ആയി. ദെൻ തേർഡ് സെറ്റ് പുള്ളപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ തേർഡ് സെറ്റ് പുള്ളപ്സ് അങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ്. തേർഡ് സെറ്റ് പുള്ളപ്സ് ടോട്ടൽ 60 പുള്ളപ്സ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് സെറ്റ് പുഷപ്സ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 2-3 മന്ത്സിനുള്ളിൽ നമ്മുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട് ബോക്സിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ബോക്സിങ് വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചലഞ്ചാണ്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ വർക്കൗട്ട് കൂടെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വർക്കൗട്ട് ഇല്ലാതെ ആർക്കും ഒരു റിസൾട്ട് കിട്ടില്ല. വർക്കൗട്ട് ചെയ്യുന്നതിനെ എന്തായാലും വിജയിക്കാൻ പറ്റും. സോ ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം മുതൽ ബോക്സിങ്ങിൻ്റെ വർക്കൗട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ഡേ മീൻസ് നെക്സ്റ്റ് വീക്ക് മുതൽ. അപ്പോൾ എന്തായാലും വർക്കൗട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ 100 days ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ലാസ്റ്റ് സെറ്റ് പുഷപ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ 4th സെറ്റ് പുള്ളപ്സ് ആണ്. 4th സെറ്റ് പുള്ളപ്സ്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പഞ്ചിങ് ബാഗിലോട്ട് പോവാണ്. 1000 പഞ്ചസ് പിടിക്കാൻ പറ്റും. അങ്ങനെ 1000 പഞ്ചസ് നമ്മൾ ക്ലിയർ ചെയ്ത് 1000 പഞ്ചസ് ഫിനിഷ് ആക്കിയേക്കുവാണ്. ടൈം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡിലാണ് ഇടിച്ചത്. പവർ പഞ്ചസ് അല്ല ഇടിച്ചത്, അത്യാവശ്യം സ്പീഡാണ്. അപ്പം പവർ പഞ്ചസ് നമുക്ക് ചെയ്യണം. പതുക്കെ ഡേ ബൈ ഡേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മുടെ മെയിനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോപ്പർ സ്ട്രെച്ച് ചെയ്യുക, ദെൻ പ്രോപ്പർ ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ദെൻ ലാസ്റ്റ് നമ്മുടെ ചായ.